ഷെവലിയാർ എൻ.എ. ഔസേപ്പിന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. നിരവധി സന്യസ്തരുടെയും അൽമായരുടെയും സാന്നിധ്യത്തിൽ സംസ്കാരം വൈകിട്ട് ലൂർദ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. സംസ്കാര ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലൂർദ് ദേവാലയത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ ഒട്ടേറെ ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും പങ്കെടുത്തു. ബിഷപ്പ് ഹൗസിന് സമീപത്തെ വസതിയിൽ നടന്ന ശുശ്രൂഷാ ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി. തുടർന്ന് വിലാപയാത്രയായി ഭൗതിക ശരീരം ലൂർദ് ദേവാലയത്തിലെത്തിച്ചു. വസതിയിലും ദേവാലയത്തിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഷെക്കീന ടെലിവിഷനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കരിമത്രയും ആദരാഞ്ജലി അർപ്പിച്ചു. ലൂർദ് മെട്രോപൊളിറ്റൻ ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷ ചടങ്ങുകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിച്ചു. ഭാരതം കണ്ട അൽമായ ശ്രേഷ്ഠരിൽ പ്രമുഖനാണ് ഷെവലിയർ എൻ.എ. ഔസേപ്പെന്ന് സംസ്കാര ശുശ്രൂഷയ്ക്ക് മുമ്പ് നടന്ന അനുസ്മരണ യോഗത്തിൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ആഴമേറിയ ആധ്യാത്മികതയായിരുന്നു എൻ.എ. ഔസേപ്പിന്റെ സവിശേഷതയെന്നും കർദിനാൾ വ്യക്തമാക്കി. സഭയിൽ പിതാക്കന്മാരോടും വൈദികരോടും ചേർന്ന് നിന്ന് എക്കാലവും പ്രവർത്തിച്ച അൽമായനാണ് എൻ.എ. ഔസേപ്പെന്നും മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു. സഭയുടെ പ്രബോധനങ്ങളും ആധ്യാത്മികതയും അഭ്യസിക്കുകയും അത് തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്ത വ്യക്തിയാണ്. സമർപ്പിത ജീവിതമായിരുന്നു ഷെവലിയർ എൻ.എ. ഔസേപ്പിന്റെ സവിശേഷതയെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അനുസ്മരിച്ചു. പാലക്കാട് രൂപത അധ്യക്ഷന്മാർ ജേക്കബ് മനത്തോടത്ത് വത്തിക്കാൻ അപ്പസ്തോലിക് ന്യൂൻഷ്യോയുടെ അനുശോചന സന്ദേശം യോഗത്തിൽ വായിച്ചു. ഷെക്കീന ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.